നമസ്കാരം. എൻ്റെ പേര് സുജകുമാരി പി.ജി. എനിക്ക് വീടില്ലായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് ലൈഫിൻ്റെ വീട് കിട്ടി. 4 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞത്. പല ഗഡുക്കളായിട്ട് എനിക്ക് 4 ലക്ഷം രൂപ കിട്ടി. 490 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഞാൻ പണിതു. പണി പൂർത്തിയായി. ആകെ 8.25 ലക്ഷം രൂപ ചിലവായി. ബാക്കി പണയം വെച്ചും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും കിട്ടി. തിരിച്ചടയ്ക്കാൻ സാധിക്കുമോ? നോക്കണം, എന്നാലും പ്രയാസമാണ്. ഏത് പഞ്ചായത്തിൽ നിന്നാണ് വീട്? എലന്തൂർ പഞ്ചായത്തിൽ നിന്ന്. എത്ര തവണയായിട്ടാണ് പൈസ കിട്ടിയത്? 4. വീട് എങ്ങനെയാണ്, സ്വന്തമായിട്ട് പണിയിച്ചാണോ അതോ കോൺട്രാക്ട് കൊടുത്തത്? കോൺട്രാക്ട് കൊടുത്താണ്. വീടിന് എത്ര മുറികളാണ്? 2 മുറി, ഒരു ഹാളും കിച്ചണും ബാത്റൂമും. വീട്ടിലെ അംഗങ്ങൾ എത്ര പേരാണ്? ഞാനും 2 മക്കളും. ഭർത്താവ് മരിച്ചു പോയതാണ്. എത്ര വർഷമായി മരിച്ചിട്ട്? 5. അപ്പോൾ ഈ ഒരു വീട് കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് ആണ്. വളരെ സന്തോഷം. വീടില്ലായിരുന്നു, ഇത് കിട്ടിയപ്പോൾ വളരെ സന്തോഷം എനിക്കും മക്കൾക്കും. പഴയ വീടിന് എന്തൊക്കെ കുഴപ്പങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? പഴയ വീട് 105 വർഷം പഴക്കമുള്ള വീടായിരുന്നു. മൊത്തം ചോർന്ന് ഭിത്തിയൊക്കെ വിണ്ട് കീറി എല്ലാം നശിച്ചു പോയതായിരുന്നു. അത് ചോദിച്ചപ്പോൾ അത് പറ്റത്തില്ല, മെയിൻ്റെനൻസ് എല്ലാം ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഉണ്ട്, പഴയതിനെക്കാട്ടിലും ഉണ്ട്. ഇല്ല, ഇനി 2 തട്ട് പണിയണമെന്നേ ഉള്ളൂ, അല്ലാതെ ആഗ്രഹങ്ങളൊന്നുമില്ല. ആന്ന്, അതൊരാട ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പോൾ അത് അവർ കരുതിക്കൂട്ടി അങ്ങനെ ചെയ്തതാണ്. അതെ. 2 കുട്ടികളെ പഠിപ്പിക്കണം, അപ്പോൾ വീട് വെക്കണം, വീട്ടിലെ വരുമാനം നോക്കണം, എല്ലാ ഉത്തരവാദിത്വം ഉണ്ടല്ലേ? ഉണ്ട്. ഭർത്താവില്ലാതെ സ്വന്തമായിട്ട് പ്രയത്നിച്ച് നിർമ്മിച്ച വീടാണ് അല്ലേ? അതെ. 2 കുട്ടികളെ പഠിപ്പിക്കണം, അപ്പോൾ വീട് വെക്കണം, വീട്ടിലെ വരുമാനം നോക്കണം, എല്ലാ ഉത്തരവാദിത്വം ഉണ്ടല്ലേ? ഉണ്ട്. പേരെന്താണ്? സുജകുമാരി. എന്താണ് ജോലി? ഇപ്പോൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികളെല്ലാം കൂടി എനിക്ക് 1 ലക്ഷം രൂപ തന്നു. അതും കൊണ്ടൊരു കടമുറി പണിത് അതിൽ കടയിട്ട് ഞാൻ കഴിയുന്നു. പലചരക്കും തയ്യലും. തയ്ക്കാൻ ഒരാളുണ്ട്. നേരത്തെ പഠിച്ചായിരുന്നോ? കുറച്ച് പഠിച്ചായിരുന്നു. കട നന്നായിട്ട് പോകുന്നുണ്ടോ? ഉണ്ട്.
നിഖിൽ. നിഖിലിന് വീട് ഇഷ്ടപ്പെട്ടോ? ആ. എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട്? 490. ഏത് റൂമാണ് നിഖിൽ ഉപയോഗിക്കുന്നത്? അപ്പുറത്തെയാണോ ഇപ്പുറത്തെയാണോ? അപ്പുറത്തെ. പഠിക്കാനുള്ള സ്ഥലമുണ്ടോ? ഉണ്ട്. പഴയ വീടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ വീടിന് എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത്? പഴയ വീടിന് കിടക്കാനുള്ള നല്ല സ്ഥലമുണ്ട് അല്ലേ? പഠിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ പുസ്തകങ്ങളൊക്കെ വെക്കാൻ സ്ഥലമുണ്ടോ? ഉണ്ട്. അപ്പോൾ വീട് സൂപ്പറാണോ? തറയൊക്കെ എങ്ങനെയാണ്? ടൈൽസാണ് ഉണ്ടാക്കുന്നത്? വീട്ടുപണിക്ക് അമ്മയെ സഹായിച്ചിരുന്നോ സാധനങ്ങളൊക്കെ അടുപ്പിക്കാനും? അപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത്? 9. ഏത് സ്കൂളിലാണ്? കാരമേരി. എങ്ങനെയായിരുന്നു അമ്മ ഈ വീട് മേടിച്ചതെന്ന് അറിയാമോ? എങ്ങനെയാണ് വാങ്ങിയതെന്ന്? പഞ്ചായത്തിൽ എങ്ങനെയായിരുന്നു അപേക്ഷ കൊടുത്തത്? അക്ഷയ കേന്ദ്രം വഴിയാണോ? അപ്പോൾ ഈ വീടില്ലാതിരുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട വീടുള്ള ഒരു സമയം, നല്ല ഒരു സുന്ദരം വീട് വെച്ച് കഴിഞ്ഞപ്പോഴുള്ള സമയം അല്ലേ? അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വീടിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള സ്ഥലവും സൗകര്യവും എല്ലാം ഉണ്ട് അല്ലേ? കളിക്കാനൊക്കെ പോകാറുണ്ടോ? എന്ത് കളിയാ? ഫുട്ബോൾ. ആരൊക്കെ ഉണ്ട് നിഖിൽ കൂടാതെ ഈ വീട്ടിൽ? ചേച്ചി അമ്മയുണ്ടോ? അപ്പോൾ വീട്ടിൽ താമസിക്കുമ്പോൾ സന്തോഷമുണ്ട്. നിഖിലിന് വീട് ഇഷ്ടപ്പെട്ടോ? എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട്? 490. ഏത് റൂമാണ് നിഖിൽ ഉപയോഗിക്കുന്നത്? അപ്പുറത്തെയാണോ ഇപ്പുറത്തെയാണോ? പഠിക്കാനുള്ള സ്ഥലമുണ്ടോ? പഴയ വീടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ വീടിന് എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത്? പഴയ വീട് കിടക്കാനുള്ള നല്ല സ്ഥലമുണ്ട് അല്ലേ? പഠിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ പുസ്തകങ്ങളൊക്കെ വെക്കാൻ സ്ഥലമുണ്ടോ? അപ്പോൾ വീട് സൂപ്പറാണോ? തറയൊക്കെ എങ്ങനെയാണ്? ടൈൽസാണ് ഉണ്ടാക്കുന്നത്? വീട്ടുപണിക്ക് അമ്മയെ സഹായിച്ചിരുന്നോ സാധനങ്ങളൊക്കെ അടുപ്പിക്കാനും? അപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത്? 9. ഏത് സ്കൂളിലാണ്? കാരമേരി. എങ്ങനെയായിരുന്നു അമ്മ ഈ വീട് മേടിച്ചതെന്ന് അറിയാമോ? എങ്ങനെയാണ് വാങ്ങിയത്? പഞ്ചായത്തിൽ എങ്ങനെയായിരുന്നു അപേക്ഷ കൊടുത്തത്? അക്ഷയ കേന്ദ്രം വഴിയാണോ? അപ്പോൾ ഈ വീടില്ലാതിരുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട വീടുള്ള ഒരു സമയം, നല്ല ഒരു സുന്ദരം വീട് വെച്ച് കഴിഞ്ഞപ്പോഴുള്ള സമയം അല്ലേ? അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വീടിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള സ്ഥലവും സൗകര്യവും സമാധാനവും എല്ലാം ഉണ്ട് അല്ലേ? കളിക്കാനൊക്കെ പോകാറുണ്ടോ? എന്ത് കളിയാ? ഫുട്ബോൾ. ആരൊക്കെ ഉണ്ട് നിഖിൽ കൂടാതെ ഈ വീട്ടില്? ചേച്ചി അമ്മയുണ്ട്. ഓക്കെ. അപ്പോൾ വീട്ടിൽ താമസിക്കുമ്പോൾ സന്തോഷമുണ്ട്.